നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലിയിൽ എങ്ങനെയാണ് നെഗറ്റീവ് സ്റ്റോക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ അതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റിലൂടെ ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യുമോ മിസ്സേ, ഈ ഒരു വീഡിയോ ചെയ്യുമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ ചെയ്യാമെന്ന്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഹൈപ്പും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റിപ്ലൈ തരും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നെഗറ്റീവ് സ്റ്റോക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നെഗറ്റീവ് സ്റ്റോക്ക് എങ്ങനെയാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റോക്ക് സമ്മറി നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് നമ്മുടെ സ്റ്റോക്ക് സമ്മറി നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരിക്കും. ഈ ഐറ്റംസിൽ നിന്ന് നമുക്ക് എന്താണ് നെഗറ്റീവ് സ്റ്റോക്ക് മാത്രമായിട്ട് നമുക്ക് കാണണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നെഗറ്റീവ് സ്റ്റോക്ക് ഏതാണ്, ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തു നോക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. ഈ ഒരു മൊത്തം സ്റ്റോക്കിൽ നിന്ന് നെഗറ്റീവ് സ്റ്റോക്കിനെ മാത്രം നമുക്ക് കാണണം വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എക്സെപ്ഷൻ റിപ്പോർട്ട്സ്. Ctrl+J അടിച്ചാൽ മതി. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും നെഗറ്റീവ് സ്റ്റോക്ക് ഐറ്റംസ്. ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും 2 ഐറ്റം നമുക്ക് നെഗറ്റീവാണ്. നയാഗ്ര ടംബ്ലർ സെറ്റ് 6 പീസും പുട്ട് മേക്കറും നമ്മൾക്ക് ഇവിടെ നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് നെഗറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും നമ്മൾ ഇൻവേർഡിൽ 150 വന്നിട്ടുണ്ട്. ഔട്ട്വേർഡിൽ എത്രയാണ് വന്നിരിക്കുന്നത്, നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഔട്ട്വേർഡിൽ എത്രയാണ് വന്നിരിക്കുന്നത്, 175 ആണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ 150 സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സെയിൽസ് ആയിട്ട് 175 ചെയ്തു. അപ്പോൾ മൈനസ് ആയിട്ട് എത്രയാണ്, 25 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് സ്റ്റോക്ക് വരാനുള്ള റീസൺസ് നമുക്ക് എന്താണെന്ന് നോക്കാം. പല പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പർച്ചേസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇൻവോയ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി. അപ്പോൾ ബില്ല് ഓൾറെഡി വന്നിട്ടുണ്ട്, സ്റ്റോക്കും വന്നിട്ടുണ്ട്, പക്ഷേ അക്കൗണ്ടന്റ് ആ ഒരു എൻട്രി വിട്ടുപോയി. അപ്പോൾ അത് ഒരു റീസൺ ആണ്. ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ക്വാണ്ടിറ്റി ചിലപ്പോൾ തെറ്റിയിട്ട് അടിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സെയിൽ ചെയ്യണ ക്വാണ്ടിറ്റി ചിലപ്പോൾ 75 ആയിരിക്കും, അക്കൗണ്ടിന് എന്താണ് തെറ്റിയിട്ട് 175 അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് റീസൺ എന്ന് മനസ്സിലാക്കണം. നമ്മൾ പല പല കാരണങ്ങൾ കൊണ്ട് നെഗറ്റീവ് വരും. പിന്നെയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഗുഡ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഓൾഡ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഡാമേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ഇനി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമ്മളുടെ സ്റ്റോക്കിൽ നിന്ന് ഫിസിക്കലി ഉള്ളതെന്ന് മാറ്റിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ബുക്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് പർച്ചേസിൻ്റെ എൻട്രി വിട്ടുപോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എസ്കേപ്പ് ചെയ്ത് പോയി നമ്മളൊരു പുതിയ പർച്ചേസിൻ്റെ എൻട്രി നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യണം. അല്ല ഈ ഒരു സ്റ്റോക്ക് ഒരുപാട് പഴയതാണ്, നമ്മൾ ഇതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഇതിനെ നമ്മൾക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അതായത് ഈ സ്റ്റോക്ക് ഇല്ല, അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫിസിക്കലി ഈ ഒരു സ്റ്റോക്ക് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് -25 നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾക്ക് എന്താണ് റിമൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്താണ് റീസൺ, അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. നമ്മൾ പർച്ചേസിൻ്റെ എൻട്രി ചെയ്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിചാരിക്കുക നമ്മൾ എന്താണ്, അപ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ എൻട്രി വിട്ടുപോയതാണ് വിചാരിക്കുക, നമ്മൾ പുതിയൊരു പർച്ചേസ് വൗച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം വൗച്ചർ അവിടെ ഉണ്ടായിരിക്കും, അത് ടാലിയിൽ എൻട്രി ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഒരുപാട് ഓൾഡ് ആണ്, നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് മാറ്റി നിർത്താം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ്, നമുക്ക് ഈ ഒരു സ്റ്റോക്ക് മൈനസിനെ നമുക്ക് എങ്ങനെയാണ് ഇല്ലാതെയാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് നമ്മൾക്ക് എസ്കേപ്പ് ചെയ്തു നമ്മൾ വൗച്ചറിലേക്ക് വരാം. ഇവിടെ നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഫിസിക്കൽ സ്റ്റോക്ക് നമുക്ക് എവിടെയാണ് കിട്ടുക, F10 അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതർ വൗച്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിസിക്കൽ സ്റ്റോക്ക് Ctrl+F7 അടിച്ചാൽ മതി. ഇവിടെ നമുക്ക് ഫിസിക്കൽ സ്റ്റോക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഏത് ഡേറ്റിൽ കാണിച്ചാൽ നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് കാണിക്കാം, ഏത് ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ നെഗറ്റീവ് സ്റ്റോക്കിലുള്ള ഐറ്റം ഏതായിരുന്നു, നയാഗ്ര ടംബ്ലർ സെറ്റ് 6 പീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു.
ഇപ്പോൾ ഇവിടെ നമുക്ക് -25 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇനി നമുക്ക് എന്താണ് ഇല്ല, കാരണം ഇത് ഒരുപാട് പഴയ സ്റ്റോക്കാണ്. ഇത് നമുക്ക് ഇനി നമ്മളുടെ ബുക്കിൽ ഈ ഒരു സ്റ്റോക്ക് കാണിക്കേണ്ട. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വൗച്ചറാണ്. നമ്മളുടെ ഇവിടെ എന്താണോ കൊടുത്തത് ആ സ്റ്റോക്കാണ് പിന്നീട് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇനി ആ സ്റ്റോക്ക് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ചില സ്റ്റോക്കുകളൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്തണം. നമ്മളുടെ സ്റ്റോറിൽ നിന്ന് അത് മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ ബുക്കിൽ നിന്ന് മാറ്റി നിർത്തണം. അല്ലെങ്കിൽ എപ്പോൾ തന്നെ അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ബില്ലടിക്കുമ്പോൾ ആ ഐറ്റം അറിയാതെ കയറി വരും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിസിക്കൽ സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ഇവിടെ കൊടുക്കുന്നത്, ഈ ഒരു ഐറ്റം ഇനി ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്താൽ മതി, ഇവിടെ ഞാൻ ഈ ഒരു ഐറ്റം 0 കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ നയാഗ്ര ടംബ്ലർ സെറ്റ് 6 പീസ് അടിച്ചതിന് ശേഷം ഞാനിവിടെ 0 കൊടുത്തു. ഞാനിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് എൻ്റർ ഞാൻ ഒരു ഐറ്റം സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കിയാലോ. ഇവിടെ ഞാൻ ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കൊരു ഐറ്റം ഇവിടെ കാണുന്നില്ല. ഇനി നമുക്ക് നെഗറ്റീവ് സ്റ്റോക്കിൽ നോക്കിയാലോ. എക്സെപ്ഷൻ റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് നെഗറ്റീവ് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് പുട്ട് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം മാത്രമാണ് നമുക്കിവിടെ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ളത്, അതായത് 0 ക്വാണ്ടിറ്റി ആയ ഐറ്റംസ് ഒക്കെ കാണണം വിചാരിക്കുക. അതായത് മുമ്പ് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസും ഒക്കെ ഓൾറെഡി അതിപ്പോൾ സ്റ്റോക്കിലൊന്നും ഇല്ല, പക്ഷേ ആ ഐറ്റം നമ്മൾക്ക് വ്യൂ ചെയ്യണം വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ജസ്റ്റ് ഇവിടെ വെച്ചിട്ടൊന്ന് F12 അടിക്കുക. F12 അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, ഷോ സ്റ്റോക്ക് ഐറ്റം വിത്ത് 0 ക്വാണ്ടിറ്റി ബാലൻസ്. അതായത് നമ്മളുടെ കയ്യിൽ 0 ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഐറ്റംസ് വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യെസ് കൊടുത്തു. ഇത് Ctrl+E അടിച്ച് സേവ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നയാഗ്ര ടംബ്ലർ സെറ്റ് 6 പീസ് എന്നുള്ള ഐറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളതായിരുന്നു, പക്ഷെ നമ്മൾക്ക് ഇല്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മുമ്പ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് എന്ന് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐറ്റത്തിനെ നമ്മൾ മാറ്റി നിർത്തുക. അപ്പോൾ എന്താണ് റീസൺ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ട് ഈ നെഗറ്റീവ് സ്റ്റോക്ക് ഉണ്ടായിരിക്കാം. ഈ ഒരു സ്റ്റോക്ക് ഇനി നമ്മളുടെ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫിസിക്കൽ സ്റ്റോക്ക് പ്രകാരം നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നെഗറ്റീവ് സ്റ്റോക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്താണ് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.